ഏകദേശം നല്ലൊരു ബോട്ടായിരുന്നു, മറിഞ്ഞ് ദാണ്ടായി തീരത്ത് കിടക്കുകയാണ്. ഇത്രയും ബോട്ട് കടന്നു പോയിട്ട് ഒരാൾ പോലും ഇവരെ സഹായിച്ചിരുന്നത് ഈ ആപത്ത് സംഭവിക്കത്തില്ല. ആൾക്കാർക്ക് വളരെയേറെ പരിക്കുണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ശക്തികുളങ്ങര ഹാർബറിലെ ഒരു വിശേഷവുമായിട്ടാണ്. അതായത് വേദനിക്കുന്ന ഒരു വിശേഷമാണ് ഇത് പറയാൻ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ദാണ്ട ഈ കിടക്കുന്ന ബോട്ട് 60 ദിവസം കഴിഞ്ഞ് അവർ വൻ പ്രതീക്ഷയോടുകൂടി കടവും ഇടവും ഒക്കെ എടുത്ത് വൻ പ്രതീക്ഷയോടുകൂടി പോയതാണ്. സാങ്കേതികമായ തകരാറ് കാരണം അത് താന്ന് മുട്ടിലടിഞ്ഞിരിക്കുകയാണ്. ആൾക്കാരെ എല്ലാം കിട്ടി അവര് മറിയുകയായിരുന്നു. അത് ആൾക്കാരെ എല്ലാം എന്തായാലും ജീവനോട് തന്നെ കിട്ടി. അവരെല്ലാം ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ആ ദൃശ്യങ്ങളാണ് കണ്ടില്ലേ. വൻ പ്രതീക്ഷയോട് നിന്ന് പുതിയ ബോട്ടാണ്. ഏകദേശം നല്ലൊരു ബോട്ടായിരുന്നു, മറിഞ്ഞ് ദാണ്ടായി തീരത്ത് കിടക്കുകയാണ്. ബോട്ട് പണിക്കാനായിട്ട് ഇറങ്ങി വന്നതാ. അവര് എണ്ണയൊക്കെ അടിച്ച് 5000 ലിറ്റർ എണ്ണയൊക്കെ അടിച്ചുകൊണ്ട് ബോട്ട് പണിക്കാനായിട്ട് ഇറങ്ങി വന്നതാ. രാത്രി 3-3:15 വലിയ കാറ്റ് വടക്കുന്നുണ്ടായി. പക്ഷെ അങ്ങനെ വന്ന സമയത്ത് ഇവരുടെ ബങ്കായിൽ എന്തോ കയറി ചിറ്റി. പക്ഷെ അന്നേരം ഒന്നും അറിയില്ല. അവര് ഡീസൽ കയറാത്ത പറഞ്ഞ ഇഞ്ചൻ നിന്ന് പോയി. പിന്നെ രണ്ടാമത് ഇഞ്ചൻ നടത്തിയിട്ട് നടന്നില്ല. പക്ഷെ ബോട്ട് കല്ലിക്കയറി കമന്ന് കഴിഞ്ഞപ്പോഴത്തേനും അറിഞ്ഞ പങ്കായിൽ വലയിരിക്കുന്നത് കണ്ടു. പക്ഷെ ഇവരെ സഹായിക്കാൻ ആരുമില്ല. ഇത്രയും ബോട്ട് കടന്നു പോയിട്ട് ഒരാൾ പോലും ഇവരെ സഹായിച്ചിരുന്നത് ഈ ആപത്ത് സംഭവിക്കത്തില്ല. ഇത്രയും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഒരു വാഹനം എടുത്തോണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഇത് സംഭവിക്കാന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ഒന്നാമത് അവശിഷ്ടങ്ങളാ, അടിച്ചേറിയതാ. അവിടുന്ന് എല്ലാം കടം മേടിച്ചെടുക്കുന്ന ഒരു വാഹനമാണ്. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പോയിട്ട് 100 രൂപ പോലും സ്വന്തമായിട്ട് കയ്യിൽ കിട്ടാതെ ഒരു വാഹനം നഷ്ടപ്പെട്ട് ആൾക്കാർക്ക് വളരെയേറെ പരിക്കുണ്ട്. പക്ഷെ എല്ലാരും ആ മുട്ടിൽ തന്നെ നീന്തി കയറിയത്. ഇപ്പൊ അവര് കൊല്ലം ആശുപത്രിയിൽ നിന്ന് ഒരാളെ ദൂരത്തോടെ കൊണ്ടുപോയത് ഭാര്യയിൽ അങ്ങനെ പൊട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ കൂടുതലൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ആരെങ്കിലും സഹായിച്ചിരുന്നതിന് സംഭവിക്കത്തില്ല. ഞാൻ കല്ലിന് ഒരു കാരണവശാലും ബോട്ട് പുറത്തെടുക്കാൻ പറ്റത്തില്ല. അത് അവിടെ തന്നെ സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകും. ആ വലിയ നഷ്ടമാണ്. പക്ഷെ ദൈവം ആരെങ്കിലും കൊണ്ട് വന്ന് സഹായിപ്പിച്ചിരുന്നെങ്കിൽ ആ കുടുംബം ഇങ്ങനെ ഇത്രയും ഇതിൽ പോകത്തില്ല. ആ കുടുംബത്തിന്റെ വേദന നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഇത്രയും ലക്ഷക്കണക്കിന് രൂപയാണ്. ഒരു വലിയ പുതിയ ബോട്ട്. അതുകൊണ്ട് ഇപ്പോൾ കടലിൽ അടിച്ചിട്ട് ആ ബോട്ട് തകരാറ് അവിടെ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോഴും നമ്മൾ ചിന്തിക്കണം. ആ ബോട്ട് ഇത്രയും നേരം വെളുപ്പിന് 4 മണിക്ക് മുമ്പ് കയറിയ ബോട്ട് ഈ സമയം വരെ ആ ബോട്ടിന് ഒന്നും സംഭവിക്കാതായിട്ടിരിക്കുക. ഇതേപോലെ ഉപജീവനാർക്കത്തിന് പോയ ബോട്ടാ വന്നതായി കിടക്കുന്നതല്ല. അതിന്റെ ക്യാബിൻ മൊത്തം പൊളിഞ്ഞു വന്ന് അതിന്റെ ജാക്കറ്റ്, സിലിണ്ടർ, പിന്നെ വേറെ സെപ്പറേറ്റ് സ്റ്റൗ ഉണ്ട്. അതിൽ ഒഴിക്കാനുള്ള ഡീസലും ക്യാനും ആയിരിക്കുന്ന. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു സിലിണ്ടർ അവിടെ കിടപ്പുണ്ട്. അത് കരകോട്ട് വരുന്നില്ല. ആ മുട്ടിന്റെ അവിടെ തന്നെ തങ്ങി കിടക്കുക. പിന്നെ ഇതേവരെ വന്നിട്ടുള്ള എല്ലാ സാധനവും ഇവിടെ ഒരു സ്ഥലത്തിന് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പരാതി എന്ന് പറഞ്ഞാൽ ആരും സഹായിച്ചില്ല, ഒരാൾ പോലും സഹായിച്ചില്ല. ഇന്ന് പ്രകൃതിക്ഷോഭത്തിൽ ബോട്ട് നഷ്ടപ്പെട്ടെന്ന് പറയാനില്ല. ആര് സഹായിക്കാറുന്നത് കൊണ്ട് ആ പുലിമുട്ടിൽ വന്ന് കയറിയത് കൊണ്ട് ആ ബോട്ട് നഷ്ടപ്പെട്ടത്. പിന്നെ അതിൽ പുറത്ത് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും അല്ലെങ്കിൽ ദേശത്തിന്റെ തന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആരെയും ജീവൻ നഷ്ടപ്പെട്ടില്ല. അതിന് ദൈവത്തിന് കോടാനുകൂടി നന്ദി ഞങ്ങൾ പറയുന്നു. അപ്പൊ ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ബൈ.